ഈ വർഷത്തെ SSLC പരീക്ഷയിലെ ഫോക്കസ് പോയിന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളും അവയുടെ വിശദീകരണവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററുകളായാണ് വിശകലനത്തിന് വിധേയമാക്കുന്നത്. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഊർജതന്ത്രത്തിലെ 7-ാമത്തെ അധ്യായമായ ഊർജ പരിപാലനം എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ വരുന്ന SSLC പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇവയാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ വരുന്ന കൽക്കരി, CNG, LNG, LPGയുമായി ബന്ധപ്പെട്ട സുരക്ഷ, ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി, ഊർജപ്രതിസന്ധിയുടെ കാരണങ്ങൾ, പരിഹാരമാർഗങ്ങൾ എന്നീ ആശയങ്ങളാണ് ഊർജ സ്രോതസ്സുകൾ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇതിലെ ഓരോ ആശയങ്ങളുമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഫോസിൽ ഇന്ധനങ്ങൾ. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? നമുക്കറിയാം, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഈ ഫോസിൽ ഇന്ധനങ്ങൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്. അവ പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം എന്നിവയാണ്. ഇവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ആദ്യമായി കൽക്കരി ഇന്ന് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലായി ലഭിക്കുന്നത് കൽക്കരിയാണ്. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം കാർബണാണ്. പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതെന്ന്. അതുപോലെ അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. Coal is the most abundant fossil fuel on the earth. The main component of coal is carbon. Based on the carbon content, it is classified into 4 groups as peat, lignite, anthracite and bituminous coal. When coal is distilled in the absence of air, the substances obtained are ammonia, coal gas, coal tar and coke. ഫോസിൽ ഫ്യൂവലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൽക്കരി. കൽക്കരിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇനി മറ്റൊരു ഫോസിൽ ഫ്യൂവലാണ് പെട്രോളിയം. ഈ പെട്രോളിയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് പെട്രോളിയം ആംശിക സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? Which are the products obtained from fractional distillation of petroleum? പെട്രോളിയത്തെ ആംശിക സ്വേദനം നടത്തുമ്പോൾ കിട്ടുന്ന പ്രധാന ഉൽപ്പന്നങ്ങളാണ് പെട്രോൾ, കെറോസിൻ, പാരഫിൻ വാക്സ്, നാഫ്ത, ബിറ്റുമിൻ. ഇതിൽ മെഴുകുതിരി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് പാരഫിൻ വാക്സ്. അതുപോലെ റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുവാണ് ബിറ്റുമിൻ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തതായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫോസിൽ ഫ്യൂവൽ, അതായത് നമുക്ക് പഠിക്കേണ്ട 3-ാമത്തെ ഫോസിൽ ഫ്യൂവലാണ് പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ്. ഈ പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG കൂടാതെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LNGയും നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീഥെയ്നും കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണുമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് 3 തരത്തിലുള്ള ഫോസിൽ ഫ്യൂവലുകളെക്കുറിച്ചാണ്: കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇവയിൽ
പെട്രോളിയത്തെ ആംശിക സ്വേദനം നടത്തുമ്പോൾ കിട്ടുന്ന വിവിധ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. നാഫ്ത, പെട്രോൾ, കെറോസിൻ ഇതെല്ലാം തന്നെ നമുക്ക് പെട്രോളിയത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇവയുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് LPG. നമുക്കറിയാം, ഗാർഹിക LPGക്ക് ഒരു മണം അനുഭവപ്പെടുന്നുണ്ട്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയുന്നതിനാണ് ഒരു രാസവസ്തു അതിൽ കലർത്തുന്നത്. പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. ഈഥയിൽ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് ഗാർഹിക LPGക്ക് മണം അനുഭവപ്പെടുന്നത്. അതുപോലെ LPGയിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീഥേനാണ്. ഇത് മൂന്നും കൃത്യമായി നമ്മൾ മനസ്സിൽ ഓർത്തു വയ്ക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രകൃതിവാതകം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNGയും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ LNGയും ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് CNGയെ LNG ആക്കി മാറ്റിയാലുള്ള മേന്മ എന്ത് എന്ന്. CNGയെ LNG ആക്കി മാറ്റിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് CNGയെ LNG ആക്കി മാറ്റിയാലുള്ള മേന്മ. LPGയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. LPGയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ബ്ലവി. എന്താണ് ബ്ലവി? LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ ചൂടാവുകയും ദ്രാവക LPG വാതകമാവുകയും ഉള്ളിലെ മർദ്ദം കൂടുകയും ചെയ്യും. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ ഉൾക്കൊള്ളാൻ ആ സിലിണ്ടറിന് കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്ര സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് ബ്ലവി എന്ന പേരിൽ അറിയപ്പെടുന്നു. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നാണ് ബ്ലവിയുടെ പൂർണ്ണ രൂപം. LPG വാതക ചോർച്ച മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമായിരിക്കും? വാട്ട് പ്രിക്കോഷൻസ് ആർ ടു ബി ടേക്കൺ ടു അവോയ്ഡ് ആക്സിഡൻറ്റ്സ് ഡ്യൂ ടു LPG ലീക്കേജ്? LPG ലീക്കേജ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ജനലുകളും വാതിലുകളും പെട്ടെന്ന് തന്നെ തുറന്നിടണം. സ്വിച്ച് ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്യരുത്. സ്വിച്ച് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ തീപിടുത്തത്തിന് കാരണമാകും. അതുപോലെ റബ്ബർ ട്യൂബ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച ശേഷം ചോർച്ച ഇല്ലെന്ന് ഉറപ്പാക്കണം. റെഗുലേറ്റർ ഓൺ ചെയ്ത ശേഷം മാത്രം സ്റ്റൗ ഓണാക്കുക. വീടിന് പുറത്തു നിന്നുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക, അതായത് മെയിൻ സ്വിച്ച് ഓഫാക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് LPG ലീക്കേജ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കഴിയും. ഗാർഹിക ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ കാലാവധി അതിലെ രേഖപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ചിത്രം നോക്കിയാൽ നിങ്ങൾക്കറിയാം, D06 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഇംഗ്ലീഷ് ആൽഫബറ്റുകളിൽ ക്യാപിറ്റൽ ലെറ്ററുകളായ ABCD എന്നീ ലെറ്ററുകളാണ് ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത്. A സൂചിപ്പിക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 3 മാസങ്ങളെയും B സൂചിപ്പിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളെയും C സൂചിപ്പിക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളെയും D സൂചിപ്പിക്കുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളെയുമാണ്. തുടർന്ന് വരുന്ന സൂചന വർഷത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ചിത്രത്തിൽ D06 എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ സിലിണ്ടർ 2006 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തേക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. മറ്റൊരു ചിത്രം നോക്കൂ.
ഇവിടെ B13 എന്നാണ് കാണുന്നത്. അതായത് 2013 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ സാധിക്കും.